ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 8. നീലിമയുടെ അടുത്ത് വന്നിരുന്ന് ഫോൺ എങ്ങനെ റീൽസ് കണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജലി. അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീലിമക്ക്. പക്ഷേ കൈകൾ കെട്ടിയെടുത്തത് കൊണ്ട് തന്നെ അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. അഞ്ജലി, ഇത് നിന്റെ അവസാനത്തിനുള്ള കളിയാ. ഞാൻ നിന്നോട് പലവട്ടം ക്ഷമിച്ചിട്ടുണ്ട്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി തലയുയർത്തി അവളെ ഒന്ന് നോക്കി. എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ നീ അനുഭവിക്കും, ഉറപ്പായിട്ടും അനുഭവിക്കും. അഞ്ജലി ഫോൺ മാറ്റി വെച്ച് നീലിമയുടെ അടുത്തേക്ക് വന്നു. ആ ചെക്കൻ ഓടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്തിരി? നിന്നെ പൂട്ടിയിട്ടത് ഞാനാ. എന്നിട്ട് നീ അവിടെ കിടന്ന് എന്നോട് ദേഷ്യപ്പെടുത്തുന്നു. ടെക്നിക്കലി അത് കറക്റ്റ് അല്ല. ഞാനാ നിന്നെ ദേഷ്യപ്പെടുത്തേണ്ടത്. അഞ്ജലി, ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്തിയതല്ല. പക്ഷേ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാനൊന്നും ബാക്കി വെച്ചേക്കില്ല. എനിക്ക് ഈ ലോകത്ത് അവനേ ഉള്ളൂ. പ്ലീസ് അഞ്ജലി, അവനെ കാണാനായിട്ട് ഇത്ര നേരമായല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ അഞ്ജലി. അത് പറഞ്ഞപ്പോൾ നീലിമയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അഞ്ജലിക്ക് അത് കേട്ടിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. അശ്വിനെ അവൾ സ്വന്തം കുടുംബത്തിൽ ഒരാളായിട്ടും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് സംഭവിച്ചാലും തന്നെ അവൾ അത് ബാധിക്കുകയുമില്ല. അഞ്ജലി നീലിമയെ പുച്ഛത്തോട് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, കൂടുതൽ ഡയലോഗ് അടിച്ച ആ ചേട്ടനെ കണ്ടുപിടിച്ചത് കൊന്നു കളയാൻ ഞാൻ അങ്ങ് തീരുമാനിക്കും. പിന്നെ നിന്നെ സിദ്ധാർത്ഥ വിശ്വക്ക് കാണാൻ പോലും കിട്ടത്തില്ല. അവൾ അത് കേട്ടതോടുകൂടി തന്നെ നീലിമയുടെ നെഞ്ചങ്ങ് പിഴഞ്ഞു. അഞ്ജലിയുടെ കഴുത്തിലിങ്ങനെ കുത്തിരി പിടിച്ചുകൊണ്ട് തന്നെ ചുവരിൽ അടിക്കാനാണ് അപ്പോൾ നീലിമയ്ക്ക് തോന്നിയത്. കൈകൾ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ അവൾ അപ്പോൾ തന്നെ അതൊക്കെ അങ്ങ് ചെയ്തേനെ. എന്താ ചേച്ചി സൈലന്റ് ആയത്? അല്ല, അതുപോട്ടെ, നീ എന്തിനാ ഈ കിടന്നിങ്ങനെ ചാടുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥ സാറിനെ രക്ഷിക്കാൻ വരാനുള്ളതല്ലേ. എന്തേ നീ ഇനി വരില്ലെന്ന് പേടി തോന്നുന്നുണ്ടോ? നീ അതിന് മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥ് എന്തിന് തന്നെ രക്ഷിക്കണം? അല്ലെങ്കിൽ തന്നെ തലേ ദിവസം അയാളുമായി ഉണ്ടായ ആ ഒരു ഇൻസിഡന്റ് കാരണം അയാൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും. അപ്പോഴാണ് രക്ഷിക്കാമെന്ന് വന്നിരിക്കുന്നത്. നീലിമ തന്റെ നിസ്സഹായാവസ്ഥ ഓർത്തു. പക്ഷേ അത് അഞ്ജലി അറിഞ്ഞാൽ അവൾ തന്നെ കൂടുതൽ തളർത്താൻ ശ്രമിക്കും. ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് നീലിമ പഴയ നാടകം തന്നെ തുടരാൻ ശ്രമിച്ചു. നോക്കഞ്ജലി, സിദ്ധുവേട്ടൻ ഈ കാര്യം പറഞ്ഞാൽ നീയും നിന്റെ ആൾക്കാരും ഇതുപോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണാതെ അറിഞ്ഞു കാണില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും വിളിച്ചു വരുത്തണ്ട. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ശരിക്കും അങ്ങ് വിരണ്ടുപോയി. സത്യത്തിൽ സിദ്ധാർത്ഥ നീലിമയുടെ ആരുമല്ല എന്ന് തെളിയിക്കാം, അങ്ങനെയാണ് വിചാരിച്ചത്. അഞ്ജലി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീലിമ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ നീലിമയെ ശരിക്കും വിവാഹം കഴിച്ചു കാണുമോ എന്ന് അഞ്ജലിക്ക് തോന്നി. തൻ്റെ മനസ്സിലുള്ളത് നീലിമ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും നിന്റെ സിദ്ധാർത്ഥ സാർ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇതെല്ലാം അറിയും. അപ്പോൾ അയാൾ ഇങ്ങോട്ടേക്ക് വന്നോളും. അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്ക്. ഇത് കേട്ട് നീലിമ ആകെ വല്ലാതായി. അവൾ വെറുതെ പറഞ്ഞു, സിദ്ധു വരും. നീ കണ്ടോ, സിദ്ധാർത്ഥ് അവൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ അവൾക്കറിയാം. ഇന്നലെ അശ്വിനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ പോലും അയാൾ അത് സഹായിക്കാൻ ശ്രമിച്ചില്ല. അഞ്ജലി സിദ്ധാർത്ഥിന്റെ പേര് കേട്ടപ്പോൾ ഇന്ന് ഭയന്ന് തന്നെ പോവാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞത്. പക്ഷേ അഞ്ജലിക്ക് യാതൊരുവിധ കൂസലുമില്ല എന്ന് കണ്ടപ്പോൾ നീലിമ ആകെ അസ്വസ്ഥയായി. അശ്വിൻ എങ്ങോട്ടേക്ക് ഓടിപ്പോയെന്നറിയില്ല. തന്നെ പോലെ തന്നെ അവരും അവിടെ ആരെയും പരിചയമില്ലല്ലോ. എവിടെയായിരിക്കും കുഞ്ഞ് പോയിട്ടുണ്ടാവുക എന്നെല്ലാം ചിന്തിച്ചപ്പോൾ നീലിമക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്ത് കടക്കണമെന്ന് തോന്നി. പക്ഷേ അഞ്ജലിയും അവിടെ രണ്ട് ഗുണ്ടകളും കൂടെയുള്ളത് കൊണ്ട് തന്നെ നീലിമക്ക് അനങ്ങാൻ സാധിച്ചില്ല. അശ്വിൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അമ്മ എവിടെ പോയി എന്നോർത്ത് അവൻ ശരിക്കും പേടിച്ചു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് ചെന്ന് വേഷം മാറി വന്നു. അശ്വിൻ അപ്പോഴും കിടക്കയിൽ തന്നെ കിടക്കുമായിരുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ഡാഡി, വേഗം അമ്മയെ രക്ഷിക്കണം. ആ രാജ്ഞിക്ക് അമ്മയുടെ പേര് പോലും ഇഷ്ടമില്ല. അവർ അമ്മയെ കൊല്ലും. അശ്വിൻ, ഞാൻ പറഞ്ഞില്ലേ, നീ ധൈര്യമായിട്ടിരിക്ക്. നിന്റെ അമ്മയെ തൊടാൻ പോലും ഞാൻ ആരെയും സമ്മതിക്കില്ല. അത് കേട്ടിട്ടും അശ്വിൻ്റെ മുഖം തെളിഞ്ഞില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു, എന്താ അച്ചു, നിനക്കെന്താ, എന്നെ വിശ്വാസമില്ലേ? അശ്വിൻ മുഖമുയർത്തി സിദ്ധാർത്ഥിനെ നോക്കി. എന്നാ മോൻ ഇവിടെ ഇരുന്ന് കളിക്ക്. അമ്മ വരുമ്പോൾ എന്തായാലും മിടുക്കനായിട്ടിരിക്കണം. മേശപ്പുറത്തിരുന്ന ആ ഒരു ടാബ് എടുത്ത് സിദ്ധാർത്ഥ് അശ്വിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിൽ ഇഷ്ടംപോലെ ഗെയിംസൊക്കെ ഉണ്ട്, നീ കളിച്ചോ. അവൻ അത് വാങ്ങിക്കൊണ്ട് ചോദിച്ചു, അമ്മ എപ്പോൾ വരും? സിദ്ധാർത്ഥ് ആ ഒരു ബോഡി ഗാർഡിനെ ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നീ എവിടെയാണെന്ന് ഉടനെ തന്നെ, നീലിമ എവിടെയാണെന്ന് ഉടനെ തന്നെ നീ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണം. ശരി സർ.
ബോഡി ഗാർഡ്സ് അങ്ങനെ പുറത്തേക്ക് പോയി. സിദ്ധാർത്ഥ് മറ്റൊരു ബോഡി ഗാർഡിനെ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ഭക്തിയോടെ അയാൾ വന്ന് അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ വരുന്നതുവരെ അശ്വിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, സിദ്ധാർത്ഥ് ബോഡി ഗാർഡിനോട് പറഞ്ഞു. ഡാഡി അങ്ങോട്ടേക്ക് പോവാ മോനെ, എനിക്ക് കുറേയധികം ജോലിയുണ്ട്. അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു അങ്കിളിനെ കൂടി വിട്ടിട്ടുണ്ട്. അങ്ങ് വരുന്നതുവരെ മോൻ ഏതായാലും ഈ അങ്കിളുടെ കൂടെ ഇരിക്കണം. അങ്കിൾ ഇതിന് മോന് വേണ്ട ഗെയിംസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയാണ് സിദ്ധാർത്ഥ്. പക്ഷേ അശ്വിൻ സിദ്ധാർത്ഥിൻ്റെ കയ്യിലിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ ഡാഡി, ഞാനും ഡാഡിയുടെ കൂടെ വരും. പെട്ടെന്ന് വന്ന ആ ഒരു ഭാവത്തിൽ സിദ്ധാർത്ഥ് ബോഡി ഗാർഡിനെ നോക്കി. മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ നീലിമ വല്ലാതെ വീർപ്പ് മുട്ടി. അഞ്ജലിയും ആളുകളും മുറിയിൽ തന്നെ ഇരിക്കുന്നത് കാരണം അവൾക്കൊന്നും തന്നെ ഒന്ന് കുതിരാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് അച്ഛൻ വാസുദേവൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളെ കണ്ടപ്പോൾ നീലിമയുടെ മുഖം തിരിച്ചു കളഞ്ഞു. അയാളെ അച്ഛനെ കാണാൻ അവൾക്കിനി സാധിക്കില്ലായിരുന്നു. അത്രത്തോളം അയാൾ മകളെ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ ആ ഒരു ഏകാശ്രമായ കുഞ്ഞിനെയും അവളിൽ നിന്നും അകറ്റിയിരിക്കുന്നു. വാസുദേവൻ നീലിമയെ ശ്രദ്ധിക്കാതെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അഞ്ജലി അച്ഛനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. എന്താ മോളെ, സാധനം കിട്ടിയോ? ഇല്ല അച്ഛാ, ആ ചെക്കൻ പഠിച്ച ആളാണ്, എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുന്നുണ്ടാവും, അഞ്ജലി പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വാസുദേവൻ പറഞ്ഞു, ആ പേര ചെറുക്കൻ എവിടെ പോയാലും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്കൊന്നും നാണമില്ലേ ചെറിയൊരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് വിലപേശാൻ? ഞാൻ കുറച്ചുകൂടി അന്തസ്സ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നീലിമ നിയന്ത്രണം വിട്ടുകൊണ്ട് പറഞ്ഞു. അതെടി, ഞങ്ങൾക്ക് അന്തസ്സില്ല. തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര അന്തസ്സാണല്ലോ, അഞ്ജലി ദേഷ്യത്തോടെ നീലിമയെ നോക്കി പറഞ്ഞു. അച്ഛൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് അവൾ അപ്പോൾ അങ്ങനെ പറഞ്ഞത്. നീലിമ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അഞ്ജലി, ഇപ്പോഴും നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതം, അത് നീ മറക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ഒന്ന് അങ്ങ് വല്ലാതെ പതറിപ്പോയി. അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അച്ഛനറിയും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സത്യഭാമ കയറി വന്നു. നീലിമയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി. അവൾ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നേ. സംസാരം നീലിമ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വാസുദേവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയത്. സത്യഭാമക്ക് പിന്നാലെ അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്നും ഇറങ്ങി. അല്പം മാറി നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ദൂരെ ആയിരുന്നത് കൊണ്ട് തന്നെ നീലിമയ്ക്ക് അവരുടെ സംസാരം കേൾക്കാനൊന്നും കഴിഞ്ഞില്ല. എന്തായാലും തനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്ലാൻ ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സത്യഭാമ ഭർത്താവിനെ നോക്കി പറഞ്ഞു, അല്ല, നിങ്ങൾക്കതിങ്ങനെ വെല്ലുവിളിക്കാതെയായോ? സിദ്ധാർത്ഥ് വിഷയുടെ പോലെ തന്നെ ഒരിക്കൽ വിവാഹം ചെയ്യുമെന്ന് ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമോ? അവൾ എവിടേക്കോ പോയി തെണ്ടി തിരിച്ചു വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ തെരുവിൽ ജനിച്ച് അങ്ങനെ ഉണ്ടായ കൊച്ചുമായിരിക്കും, അല്ലാതെ സിദ്ധാർത്ഥ് മണ്ടനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവൻ മകനാണെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞത് അവൻ മകനാണെന്നല്ലാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. വാസുദേവന്റെ ചോദ്യം കേട്ട് ഇനി ഒരു പക്ഷേ അത് അവരുടെ ഒരു ബുദ്ധി ആയിരിക്കുമോ എന്ന് പോലും അഞ്ജലിക്കും സത്യഭാമക്കും സംശയം തോന്നി. അത് വെറുതെ പറഞ്ഞതാച്ചാ, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് വാസുദേവന്റെ മുഖം വിഷാദം നേടിച്ചു. അത് അശ്വിനെയും നീയും ഓർത്തിരുന്നതല്ലേ? മകനെ വെച്ച് വിലപേശാൻ സിദ്ധാർത്ഥിന്റെ കമ്പനിയുമായി ആ ഒരു സഖ്യമുണ്ടാക്കണമെന്നും അതുവഴി ബിസിനസ് രംഗത്തേക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ തൻ്റെ പദ്ധതികൾ ഇനി നടക്കില്ല എന്ന് ഓർത്തുകൊണ്ടാണ് വാസുദേവൻ വിഷമിച്ചത്. അല്ല മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവളും ആ സിദ്ധാർത്ഥുമായി ബന്ധമൊന്നും കാണില്ല എന്ന്. അതെ അച്ഛാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇപ്പം എനിക്കങ്ങനെയാ തോന്നുന്നത് എന്ന് അഞ്ജലി പറഞ്ഞു. വാസുദേവൻ ഒന്നും സംസാരിച്ചില്ല. അയാൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിന്റെ ബിസിനസ്സിൽ പങ്കാളിയാവണമെന്ന ആ ഒരു ചിന്തയിലായിരുന്നു. മനുഷ്യ, നിങ്ങളൊരു കാര്യം ചെയ്യേ, നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ സുധാകരനുമായി ഇവളുടെ കല്യാണം നടത്താൻ നോക്ക്, അതായിരിക്കും നല്ലത്. അയാൾക്ക് പൂത്ത കാശുണ്ടല്ലോ, നമുക്ക് ആരായാലും എന്താ, കാശ് കിട്ടിയാൽ പോരെ, സത്യഭാമ ഒരു തന്മയത്വത്തോടെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അമ്മ പറഞ്ഞതാ ശരി അച്ഛാ, നമുക്ക് ആ ഒരു തീരുമാനം, നീലിമയെ ആ കിളവിനെ കൊണ്ടൊക്കെ കെട്ടിക്കാൻ അത് നോക്കാം. അഞ്ജലിക്കത് കൂടുതൽ തന്നെ ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ സുന്ദരനായ ബിസിനസ്സുകാരനെ നീലിമയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കുമെന്നുമൊക്കെ അവൾ ചിന്തിച്ചു. അതിന് സുധാകരൻ ഇറങ്ങിപ്പോയില്ലേ, പിന്നെ എങ്ങനെ ആൾ സമ്മതിക്കുന്നത്? വാസുദേവൻ ചോദിച്ചു. അത് കേട്ട് സത്യഭാമ ആ ഒരു കൊഞ്ചലോടുകൂടെ പറഞ്ഞു, ചെറുപ്പക്കാരെ കൊച്ചിനെ ആ ഒരു എത്തിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നവനല്ലേ ആള്. അപ്പോൾ നിങ്ങൾ വിളിച്ച അയാൾ എന്തായാലും ഇനിയും അങ്ങ് ഓടി വരും. സുധാകരൻ ഏതായാലും ഓടി വരും. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ആലോചിച്ച് നിന്നാനൊന്നും സമയമില്ല. എത്ര നാൾ നമുക്ക് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? വാസുദേവന്റെ മുഖം അപ്പോഴൊന്നും തെളിഞ്ഞില്ല. അയാൾക്ക് സിദ്ധാർത്ഥിന്റെ കോടികളായിരുന്നു. അപ്പോഴും എന്തെങ്കിലും ചെയ്യാം. വാസുദേവൻ ഇങ്ങനെ പതറുന്നത് കേട്ടുകൊണ്ട് തന്നെ
അഞ്ജലിയും സത്യഭാമയും ആശ്വാസത്തോടെ ഇങ്ങനെ പരസ്പരം നോക്കി. നീലിമയെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് തള്ളിവിടാൻ അവർക്ക് തിടുക്കം കൂട്ടി. അഞ്ജലിയും വാസുദേവനും വീണ്ടും നീലിമയെ കെട്ടിയിട്ട് ആ ഒരു മുറിയിലേക്ക് എത്തി. അഞ്ജലി നീലിമയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കയ്യിലെടുത്തു കൊടുത്തു. വാസുദേവൻ മുറിയിലേക്ക് ആദ്യം കടന്നു ചെന്നു. അയാളെ കണ്ട് നീലിമ തലയുയർത്തിയൊന്ന് നോക്കി. അശ്വിനെ കാണാതായതു മുതൽ അവൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതിനുശേഷം അവൾ വല്ലാതങ്ങനെ തളർത്തിയിരുന്നു. നീലിമയുടെ തളർന്ന അവസ്ഥ കണ്ടതിന് ശേഷം വാസുദേവന് അവളോട് യാതൊരുവിധ സ്നേഹമോ അടുപ്പമോ ഒന്നും തന്നെ തോന്നിയില്ല. അയാൾ അവളെ പണം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, വെറും ഒരു ഉപകരണം മാത്രമായിട്ടാണ് കരുതിയത്. വേണമെങ്കിൽ വല്ലതും കഴിക്കാൻ നോക്ക്, വാസുദേവൻ അവളെ നോക്കി പറഞ്ഞു. നീലിമ ക്ഷീണിതയോടെ തന്നെ തല ഉയർത്തി. അവളുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. അഞ്ജലി കയ്യിലിരുന്ന ഭക്ഷണം ആ ഒരു ഭക്ഷണക്കൊതി അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, എന്നാ കഴിക്ക്, ഇനിയിപ്പോൾ പട്ടിണി കിടക്കൊന്നും വേണ്ട. അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ സങ്കടത്തോടു കൂടെ തന്നെ അവളെ നോക്കി. അവളും താനും ഒരേ അച്ഛൻ്റെ മകളാണ്. പക്ഷേ എല്ലാം മറന്നുകൊണ്ട് അവൾ തന്നെ ദ്രോഹിക്കുന്നു. അച്ഛൻ പോലും അത് ഓർക്കുന്നില്ല. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഓ, നിന്റെ മോനെ കിട്ടിയെന്നാണോ? ഇല്ല, അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയ അവൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് ഞങ്ങളങ്ങ് പൊന്നാക്കും. ചെവി അങ്ങ് പിടിച്ച് അവനെ പൊന്നാക്കും. കുട്ടി പിശാശ്. ഇടയ്ക്കിടയ്ക്ക് അഞ്ജലി അശ്വിൻ്റെ കാര്യം ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയ നീലിമ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. എന്താടേ, നാക്കിറങ്ങിപ്പോയോടി നിന്റെ? അഞ്ജലി ചോദിച്ചു. നീലിമ ദേഷ്യത്തോട് പറഞ്ഞു, വേണ്ട അഞ്ജലി, നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല. കാരണം എൻ്റെ കുഞ്ഞു മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. ഓ, ഇനി നീ അവനെ നോക്കണ്ട. വല്ലവരും അവനെ തട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണൊക്കെ ചൂഴ്ന്നിങ്ങനെ ഭക്ഷിക്കുന്നത് കാണും. അഞ്ജലി, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എന്നോട് കാണിച്ച സകല ചതികൾക്കും ഞാൻ ക്ഷമിച്ചതാ. പക്ഷേ ഒന്നും വരാത്ത എൻ്റെ അച്ഛനെ ദ്രോഹിക്കാൻ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ ക്ഷമിക്കില്ലടി. വാസുദേവൻ ഉച്ചത്തിലങ്ങ് പറഞ്ഞു. അച്ഛാ, നിങ്ങൾക്ക് എന്നോട് വല്ല വിരോധവും? എന്നോടുള്ള വിരോധം? എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവനോട് എന്തിനാ വിരോധം? എനിക്ക് എൻ്റെ മോനെ മാത്രം എനിക്ക് തന്നാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നീലിമ ദയനീയമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടും വാസുദേവന് മനസ്സറിഞ്ഞില്ല. അയാൾ കൂടുതൽ വാശിയോടുകൂടെ അവിടെ തന്നെ നോക്കി പറഞ്ഞു, അങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാ? നീ ഒന്നുമില്ലേലും നിന്നെ ഇത്രയധികം വളർത്തിയതല്ലേ ഞാൻ. അപ്പോൾ അതിൻ്റെ കാശ് എത്ര മുതലും പലിശയൊക്കെ മുഴുവനായിട്ട് തന്നെ മുതലാക്കിയിട്ട് തന്നെ ഞാൻ നിന്നെ വിടത്തുള്ളൂ. ഒന്നുകിൽ സിദ്ധാർത്ഥിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം ശരിയാകുന്നത്, അല്ലെങ്കിൽ പിന്നെ വാസുദേവൻ ഒന്ന് അങ്ങ് തടഞ്ഞു നിർത്തി. അത് കേട്ട് നീലിമ അയാളെ നോക്കി. അയാൾ കൂടുതൽ അപകടകരമായ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നീലിമക്ക് മനസ്സിലായി. നീലിമ മിണ്ടാതിരിക്കുന്നത് കണ്ട് വാസുദേവൻ തുടർന്നു, സിദ്ധാർത്ഥിൻ്റെ കാര്യം നിനക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, വേറൊരു വഴി കൂടിയുണ്ട്. വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ ഭയത്തോടുകൂടെ അയാളെ നോക്കി. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായിരുന്നില്ല. വാസുദേവൻ പറഞ്ഞു, നീ സുധാകരനെ കല്യാണം കഴിക്കണം. അയാൾ നല്ല ആളാണ്. ചേച്ചി ഇഷ്ടംപോലെ കാശ് കയ്യിലുണ്ട്. ചേച്ചിയെ കൊല്ലുന്ന പോലെ പൊന്നു പോലെ തന്നെ അയാൾ നോക്കിക്കോളും. അഞ്ജലി പരിഹസിക്കുന്നത് പോലെ തന്നെ പറഞ്ഞു. അത് കേട്ട് നീലിമ അയാളെയും അഞ്ജലിയെ ഇങ്ങനെ വെറുപ്പോടുകൂടി നോക്കി. ഒരു കിഴവനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്ന അച്ഛനെയും സഹോദരിയെയും കണ്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അഞ്ജലി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അയാളെ കെട്ടാൻ പറ്റില്ല എന്ന്. ഇനിയും ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണ് ഞാനങ്ങ് തല്ലി പൊട്ടിക്കും. അതോടുകൂടെ തന്നെ നിന്റെ ഈ ഡ്രാമയും ചെയ്ത് ഇതെല്ലാം തന്നെ അങ്ങ് തീരും. നീലിമയുടെ ഭാഷ കേട്ട് നീലിമ ദേഷ്യത്തോടുകൂടെ പറഞ്ഞു, ഇത് നല്ല തമാശ. ഞാൻ എന്ത് ഡ്രാമ കാണിച്ചു? എൻ്റെ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചത്. അതെന്താ ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണെന്ന് അഞ്ജലി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കാണ്. നല്ല ജീവിതം? നീ കാണിച്ച ഡ്രാമ എന്നെ കൊണ്ട് നീ വെറുതെ പറയിപ്പിക്കരുത്. നീലിമ ഒന്ന് നിരൂക്ഷമായി തന്നെ അഞ്ജലിയെ നോക്കി പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലി ഒന്ന് വിരണ്ടു. അന്ന് നടന്നത് എന്തെങ്കിലും നീലിമ ഇനി വിളിച്ചു പറയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അഞ്ജലി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.